BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മുഹറക് ഗവർണർ സൽമാൻ ബിൻ ഈസ ബിൻ ഹിന്ദി അൽ മന്നായി മുഹറക്കിലെ വിവിധ മതം ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. അശുറ ദിനാചരണവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സഹകരണം അദ്ദേഹം വാഗ്ദാനം ചെയ്തു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ നിർദ്ദേശമനുസരിച്ചാണ് അശുറ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു ചേർത്തത്. ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതായും യോഗം വിലയിരുത്തി. സുരക്ഷിതവും സമാധാനപരവുമായ അന്തരീക്ഷത്തിൽ ആശുറ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് മതം ഭാരവാഹികൾ ഗവർണർക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു. ഉപഗവർണർ ബ്രിഗേഡിയർ ജാസിം മുഹമ്മദ് അൽ ഗദം, മുഹറക് പോലീസ് ഡയറക്ടർ ബ്രിഗേഡിയൻ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ കബീർ, ട്രാഫിക് പ്രതിനിധികൾ, മുഹറക് പ്രിൻസിപ്പൽ കൗൺസിൽ പ്രതിനിധികൾ, ജലവൈദ്യുത അതോറിറ്റി, ജാഫ്രി ഔക്കാഫ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഓൺലൈൻ ചൂഷണത്തിൽ നിന്നും ബ്ലാക്ക് മെയിലിംഗിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ദേശീയ ക്യാമ്പയിന് തുടക്കമായി. റാഡിസൺ ബ്ലൂവിൽ നടന്ന പരിപാടിയിൽ അറ്റോർണി ജനറൽ ഡോക്ടർ അലി ഫദൽ അൽ ബുബൈനൻ, സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ അലി ബിൻ അബ്ദുള്ള അൽ ഖലീഫ, സാമൂഹിക വികസന മന്ത്രി ഉസാമ ബിൻ അഹമ്മദ് ഖലാഫ് അൽ അസ്ഫൂർ, വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ചുമ, യുവജനകാര്യമന്ത്രി റവാൻ നജീബ് തൗഫീഖി, പബ്ലിക് സെക്യൂരിറ്റി മേധാവി ലഫ്റ്റനന്റ് ജനറൽ താരിഖ് ബിൻ അസൻ അൽ ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. പബ്ലിക് പ്രോസിക്യൂഷൻ, ആഭ്യന്തര മന്ത്രാലയം, സാമൂഹിക വികസന മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, നീതിന്യായ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ് മന്ത്രാലയം, ഇൻഫോർമേഷൻ മന്ത്രാലയം എന്നിവ ചേർന്നാണ് ദേശീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ, യുവജനകാര്യ മന്ത്രാലയം, ഇൻഫോർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി, ജുഡീഷ്യൽ ആൻഡ് ലീഗൽ സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ക്യാമ്പയിനിൽ പങ്കാളികളാണ്. കുട്ടികളെ ഓൺലൈൻ ചൂഷണത്തിന് വിധേയമാക്കുന്നത് സംബന്ധിച്ചും ബ്ലാക്ക് മെയിൽ അപകട സാധ്യതകളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദേശീയ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഭീഷണികൾ തിരിച്ചറിയൽ, വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കൽ, ഇലക്ട്രോണിക് സംരക്ഷണ ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെ ഡിജിറ്റൽ സുരക്ഷാ തന്ത്രങ്ങളെക്കുറിച്ച് കുട്ടികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കും. സംരക്ഷണ നടപടികൾ നടപ്പാക്കുന്നതിനും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ക്യാമ്പയിനുമായി സഹകരിക്കും. കുട്ടികൾ ഉൾപ്പെടെ 160-ലധികം ക്രിമിനൽ കേസുകൾ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ അധികൃതർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥൻ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ ഭൂരിഭാഗവും 15 വയസ്സിന് മുകളിൽ പ്രായമില്ലാത്ത കുട്ടികളായിരുന്നു. കുട്ടികൾ രാജ്യത്തിന്റെ ഭാവിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികളെ ദുരുപയോഗം ചെയ്താൽ 992 ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയുമായോ 998 ചൈൽഡ് പ്രൊട്ടക്ഷൻ സെന്ററുമായോ ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാം. പാരീസ് 2024 ഒളിമ്പിക് മെഡൽ പ്രതീക്ഷകൾക്ക് ചിറക് മുളപ്പിച്ചുകൊണ്ട് ബഹ്റൈൻ സ്പിന്നർ കെമി അദേക്കോയ്ക്ക് അന്താരാഷ്ട്ര മീറ്റിൽ സ്വർണം. ഹംഗറിയിലെ സെക്സ് ഫെവർവാറിൽ നടന്ന ഗ്യുലായ് ഇസ്വാൻ മെമ്മോറിയൽ മീറ്റിലാണ് വനിതകളുടെ 400 മീറ്റർ ഹാർഡിൽസിൽ അദേക്കോ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 54.13 സെക്കൻഡിൽ അദേക്കോ വിജയം കണ്ടപ്പോൾ 54.86 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് ദക്ഷിണാഫ്രിക്കയുടെ സെനി ഗെൽഡൻ ഹ്യൂസ് രണ്ടാമതെത്തി. യുഎസിന്റെ കസാന്ദ്ര ടൈറ്റ് 55.59 സെക്കൻഡിൽ 3-ാം സ്ഥാനത്തെത്തി. അദേക്കോയുടെ ഈ വർഷത്തെ മികച്ച രണ്ടാമത്തെ സമയം കൂടിയാണിത്. ഇന്ത്യൻ സ്കൂൾ റിഫ ക്യാമ്പസിൽ വാട്ടർ പ്രൂഫിംഗ് അറ്റകുറ്റപ്പണികൾക്കായി സ്കൂൾ വെബ്സൈറ്റിലൂടെ ടെൻഡർ ക്ഷണിച്ചു. 3376 ചതുരശ്ര മീറ്റർ കോൺക്രീറ്റ് മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികളും സാൻഡ്വിച്ച് പാനൽ മേൽക്കൂരയിലെ ഗട്ടർ, ഡ്രെയിൻ ഹോൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികളും നടത്തുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. വാട്ടർ പ്രൂഫിംഗ് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പുനരുപയോഗ ഊർജ്ജം ഉപയോഗിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത സോളാർ പാനൽ സിസ്റ്റം മേൽക്കൂരയുടെ ഉപരിതലത്തിന് കേടുപാടുകൾ കൂടാതെ സ്ഥാപിക്കും. ഈ അറ്റകുറ്റപ്പണികൾക്ക് സ്കൂൾ നിയമിച്ച അംഗീകൃത കൺസൾട്ടന്റായ ടെക്നോളജി എഞ്ചിനീയറിംഗ് മേൽനോട്ടം വഹിക്കും. ഇക്കഴിഞ്ഞ ജൂൺ 28 നടന്ന സ്കൂൾ അടിയന്തര ജനറൽ ബോഡി യോഗത്തിൽ റിഫ ക്യാമ്പസിലെ വാട്ടർ പ്രൂഫിംഗ് ജോലികൾക്കുള്ള സാമ്പത്തിക അനുമതി എന്ന അജണ്ട അംഗീകരിച്ചിരുന്നു. 2014 40,000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 2.5 ദശലക്ഷം ദിനാർ ചിലവിൽ ഇന്ത്യൻ സ്കൂൾ റിഫ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അടുത്ത കാലത്തായി റിഫ കേന്ദ്രത്തിന്റെ ചോർച്ചയും കേടുപാടുകളും സംബന്ധിച്ച റിപ്പോർട്ടുണ്ടായിരുന്നു. നിർമ്മാണവേളയിലെ മേൽക്കൂരയിലെ വാട്ടർ പ്രൂഫിംഗിലെ ഗുരുതരമായ പിഴവുകളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. അതിനാൽ വാട്ടർ പ്രൂഫിംഗ് അറ്റകുറ്റപ്പണികൾക്കായി സാമ്പത്തിക അനുമതി കേന്ദ്ര ജനറൽ ബോഡി യോഗം അംഗീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കർശന വ്യവസ്ഥകളോടെ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. താൽപ്പര്യമുള്ള കരാറുകാർ ജൂലൈ 14 ഇമെയിൽ വഴി പങ്കാളിത്തം സ്ഥിരീകരിക്കേണ്ടതാണ്.
വടകര സ്വദേശിയായ മുൻ ബഹ്റൈൻ പ്രവാസി നാട്ടിൽ നിര്യാതനായി. ബഹ്റൈനിൽ 15 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത കടമേരി ചോയ്ക്കൊണ്ടോത്ത് ഇബ്രാഹിം ഹാജിയാണ് നിര്യാതനായത്. ഭാര്യ കണ്ടോത്ത് ആയിഷ, മക്കൾ അഷ്റഫ്, അബ്ദുൽ അസീസ്, നജ്മ, അസ്മ, ഹാജ്ര, മരുമക്കൾ അബ്ദുൽ കരീം, കോട്ടപ്പള്ളി അഷ്റഫ്, തുണ്ടിക്കണ്ടി, യാസർ, തളീക്കര. നിക്ഷേപം ആകർഷിച്ചും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും AI ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുന്നതിന് വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചിയിൽ നടന്ന രാജ്യാന്തര JNA കോൺക്ലേവിൽ AI പ്രോത്സാഹനത്തിനായുള്ള സർക്കാർ ഉദ്യമങ്ങളെക്കുറിച്ച് സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിൽ നിന്നും നിക്ഷേപം ആകർഷിക്കാൻ കേരളം തയ്യാറാണ്. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ സംരംഭങ്ങളുടെ ലക്ഷ്യം. AI, ബ്ലോക്ക് ചെയിൻ, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനലിസ്റ്റിക്, റോബോട്ടിക്, ടൂറിസം, ലോജിസ്റ്റിക് തുടങ്ങിയ 22 മുൻഗണനാ മേഖലകളെ വ്യാവസായിക നയം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കാൽമുട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് നടക്കാനാവാത്ത വയോധികയെയും മകളെയും ഗതാഗത തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞ് വഴിയിൽ ഇറക്കിവിട്ട ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് റദ്ദാക്കി. 3000 രൂപ പിഴയും ഈടാക്കി. ലൈസൻസ് പുനഃസ്ഥാപിച്ചു കിട്ടാൻ എടപ്പാളിലെ DTR സെന്ററിൽ 5 ദിവസത്തെ പരിശീലനത്തിന് ഹാജരായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും ജോയിന്റ് RTO M രമേശ് ഉത്തരവിട്ടു. ചൊവ്വാഴ്ചയാണ് പരാതിക്ക് ആസ്പദമായ സംഭവം. പെരിന്തൽമണ്ണ EMS ആശുപത്രിക്ക് സമീപം സർവീസ് നടത്തുന്ന KL 53 M 2497 നമ്പർ ഓട്ടോ ഡ്രൈവർ രമേശ് കുമാറിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പിലെ 78 കഴിഞ്ഞ വയോധികയെയും മകളെയുമാണ് ഇറക്കിവിട്ടത്. ആശുപത്രിയിൽ പരിശോധന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനാണ് ഓട്ടോയിൽ കയറിയത്. അങ്ങാടിപ്പുറത്തേക്കാണ് പോവേണ്ടതെന്നും അറിയിച്ചതോടെ കൂടുതൽ വാടക നൽകേണ്ടി വരുമെന്നും വലിയ തിരക്കാണെന്നും പറഞ്ഞു. സാധാരണ നിരക്കിനേക്കാൾ അല്പം കൂട്ടി നൽകാൻ സമ്മതമായിരുന്നു. എന്നാൽ പ്രധാന നിരത്തിൽ വഴിയിൽ ഇറക്കിവിടുകയായിരുന്നു. കാരണമില്ലാതെ ദേഷ്യപ്പെട്ടതായും അസഭ്യം പറഞ്ഞതായും മകൾ രജനി പെരിന്തൽമണ്ണ സബ് RTO ഓഫീസിൽ ജോയിന്റ് RTOക്ക് പരാതി നൽകി. മോട്ടോർ വാഹന അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മൈൽരാജിന്റെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി മൊഴിയെടുത്താണ് നടപടി സ്വീകരിച്ചത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം സെക്ഷൻ 19, 21, KMVR 46 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ഇതേ കാരണങ്ങൾ പറഞ്ഞ് ഒരു വിഭാഗം ഓട്ടോ ഡ്രൈവർമാർ സർവീസിന് വിമുഖത കാണിക്കുന്നതായും തോന്നിയ നിരക്ക് വാങ്ങുന്നതും കൂടി വരുന്നുണ്ട്. പരാതി ലഭിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും ജോയിന്റ് RTO അറിയിച്ചു. യാത്രക്കാരുടെ എണ്ണത്തിലുള്ള വർധനവ് കണക്കിലെടുത്ത് ജൂലൈ 15 മുതൽ ദിവസവും 12 അധിക സർവീസുകൾ ആരംഭിക്കുമെന്ന് KMRL. കഴിഞ്ഞ 10 ദിവസമായി കൊച്ചി മെട്രോയ്ക്ക് പ്രതിദിനം 1,00,000-ലധികം യാത്രക്കാരെ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ സുഖകരവും സൗകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കാനാണ് ജൂലൈ 15 മുതൽ ദിവസവും 12 ട്രിപ്പുകൾ കൂടുതൽ നടത്തുന്നത്. തിരക്ക് കുറയ്ക്കാനും ട്രെയിനുകൾക്കിടയിലുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. നിലവിൽ രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ 2 ട്രെയിനുകൾ തമ്മിലുള്ള സമയവ്യത്യാസം 7 മിനിറ്റും 45 സെക്കൻഡുമാണ്. പുതിയ ഷെഡ്യൂൾ വരുന്നതോടെ ഇത് 7 മിനിറ്റായി ചുരുങ്ങും. ഭർത്താവ് കൈക്കുഞ്ഞുമായി കടന്നു കളഞ്ഞെന്ന് യുവതിയുടെ പരാതി. തിരുരങ്ങാടി പുത്തനങ്ങാടി പതിനാറുങ്ങൽ സ്വദേശി സൽമയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. ജൂൺ 25-ന് ഭർത്താവ് മുഹമ്മദ് സഫീർ 1 വയസ്സും 2 മാസവും പ്രായമുള്ള കുഞ്ഞുമായി കല്യാണത്തിനെന്ന് പറഞ്ഞു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പരാതി. കുഞ്ഞിന്റെ ശരീരത്തിൽ 4 പവനോളം സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നെന്നും പരാതിയിൽ പറയുന്നു. സംഭവ ദിവസം തന്നെ തിരുരങ്ങാടി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കുഞ്ഞിനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നും പരാതിക്കാരി പറയുന്നു. മനുഷ്യാവകാശ സംഘടനയായ സൊസൈറ്റി ഫോർ പീപ്പിൾസ് റൈറ്റ്സ് സംസ്ഥാന സെക്രട്ടറി വേണു ഹരിദാസിന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. MLA-മാരായ KPA മജീദ്, ജാണ്ടി എന്നിവരോടും പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP മൊയ്തീൻകുട്ടി, തിരുരങ്ങാടി താലൂക്ക് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി എന്നിവരും സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു. ഇന്ന് 3 ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും 9 ജില്ലയിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.